ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നീറ്റിൻ്റെ ദ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ പാർട്ട് 2 വീഡിയോ ആണ് ഇതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇത് കാണുന്നതാവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, 31ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ്. ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓപ്ഷൻ ഞാൻ വായിച്ചു തരില്ല. ഓപ്ഷൻ വായിച്ചു തന്നാൽ വീഡിയോ വളരെ ലോങ് ആയിപ്പോയാൽ നമുക്ക് കുറച്ച് ടൈം കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത്. അപ്പം നിങ്ങൾ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക. കുറച്ച് ടൈമിന് ശേഷം ഞാൻ ആൻസർ പറയാം. അപ്പോൾ 31ൻ്റെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The main purpose for the classification of organisms is to ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്സ് എമംഗ്സ് ഓർഗാനിസംസ് എന്നുള്ളത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാക്സോണമി ഈസ്. ഇതിൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ ബി ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഓർഗാനിസം എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ്. ഓപ്ഷൻസൊക്കെ വായിച്ച് ആൻസർ കണ്ടെത്താം. ഇതിൻ്റെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 2, 3 ആൻഡ് 4 എന്നുള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ആൻസറായിട്ട് വരെ ഓപ്ഷൻ ഡി ആണ്, ടാക്സോണമി. 36ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാന്റ് ടാക്സോണമി ഈസ്. ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. ഇതിൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വേർഡ് സിസ്റ്റമാറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡാഷ് വേർഡ് ഡാഷ് വിച്ച് മീൻസ് ഡാഷ്. ഓപ്ഷൻസൊക്കെ വായിച്ചിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വരെ ഓപ്ഷൻ സി ആണ്, ലാറ്റിൻ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് എന്നുള്ളത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബയോസിസ്റ്റമാറ്റിക്സ് എയിംസ് അറ്റ്. ഓപ്ഷൻസ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് ഒരു ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ലിനേയസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ എ ആണ്, സിസ്റ്റം ആൻഡ് നേച്ചർ എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 41ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്കോപ്പ് ഓഫ് സിസ്റ്റമാറ്റിക്സ് ഇൻക്ലൂഡ്. ആൻസറായിട്ട് വരെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടോപ്പിക്കിലെയാണ്, ടാക്സോണമിക് കാറ്റഗറീസ് എന്നുള്ള ടോപ്പിക്കിൽ. അപ്പോൾ 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ടാക്സോണമിക് കാറ്റഗറി റെഫേഴ്സ് ടു. ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ ബി ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, ദ ടേം ടാക്സോൺ ഈസ് യൂസ്ഡ് ഫോർ. കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ ഡി ആണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടേം ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടാക്സോണമിക് റാങ്ക്. അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ ബി ആണ്, ടാക്സോൺ. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബേസിക് യൂണിറ്റ് ഓഫ് സ്മോളസ്റ്റ് ടാക്സോൺ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ്. ഓപ്ഷൻസ് വായിച്ച് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക. 45ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക സ്പീഷീസ് ആണ്, ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് 46ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസിക് യൂണിറ്റ് അപ്പോൺ വിച്ച് ദ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ബേസ്ഡ് ഈസ്. 46ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ്, സ്പീഷീസ്.
47ാമത്തെ ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കണ്ടെത്താം. ഇതിൻ്റെ ആൻസറായിട്ട് ഒരു ഓപ്ഷൻ സി ആണ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷനായിട്ട് അവർ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നോമിനിക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ് എന്നാണ്. പക്ഷേ ക്ലാസിഫിക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതല്ല. ഞാൻ പറഞ്ഞു തരാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓർഗാനിസംസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇൻടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻസർട്ട് ഈസിലി ഒബ്സർവബിൾ ബട്ട് ഫണ്ടമെൻ്റൽ എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Amongst all the kingdoms, the only taxon that exists in nature as a biologically cohesive unit is the ആൻസർ കണ്ടെത്തുക. 48ൻ്റെ ഇത് കറക്റ്റ് ആൻസറായിട്ട് വരാം ഓപ്ഷൻ എ ആണ്, സ്പീഷീസ്. നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സ്പീഷീസ് കൺസിസ്റ്റ് ഓഫ് എ പോപ്പുലേഷൻ വിച്ച് ഈസ് 49ൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ ബി ആണ്, ഇൻ്റർബ്രീഡിങ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ബയോളജിക്കൽ ടെർമിനോളജി എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് വിച്ച് ആർ ക്യാപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ഫെർട്ടൈൽ ഓസ്പ്രിങ്സ് ഈസ് കോൾഡ്. 50ൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ സ്പീഷീസ് ആണ്, അതായത് എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ആൻഡ് റിലേറ്റഡ്. കറക്റ്റ് ആൻസറായിട്ട് ഒരു ഓപ്ഷൻ സി ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കളക്ഷൻ ഓഫ് സ്പീഷീസ് വിച്ച് ബെയർ എ ക്ലോസ് റിസംബ്ലൻസ് ടു വൺ അനദർ ഇൻ ദ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫ്ലോറൽ പാർട്സ് ഈസ് നോൺ ആസ്. 52ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് ഒരു ഓപ്ഷൻ സി ആണ്, ജീനസ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കാറ്റഗറി ജീനസ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ദ കാറ്റഗറി ജീനസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഫാമിലി എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ കറക്റ്റായിട്ട് വരാം ഫാമിലി. ഞാൻ പറഞ്ഞത് ഫാമിലി ഈസ് എ ഹയർ കാറ്റഗറി ദാൻ ജീനസ് എന്നാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. 54ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ടാക്സോണമിക് ഹൈറാർക്കി ക്യാറ്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ ജീനസ്. കറക്റ്റ് ആൻസറായിട്ട് വരാം ഫെലിസ് എന്നുള്ളതാണ്. അതായത് ക്യാറ്റിൻ്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫെലിസ് കാറ്റസ് എന്നുള്ളതാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടാക്സോണമിക് കാറ്റഗറി ബിലോ ദ ലെവൽ ഓഫ് ഫാമിലി ഈസ്. 55ൻ്റെ ആൻസറായിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ്, ജീനസ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി ജീനസ് ഈസ് ഇൻ്റർപൊളേറ്റഡ് ബിറ്റ്വീൻ. കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ ഡി ആണ്, ഫാമിലി ആൻഡ് സ്പീഷീസ്. നെക്സ്റ്റ് 57ാമത്തെ ക്വസ്റ്റ്യന്. വിച്ച് ഈസ് ദ ഓഡ് വൺ ഇൻ ദ ഫോളോയിങ് സീരീസ്. കറക്റ്റ് ആൻസറായിട്ട് വരാം ക്യാറ്റാണ്. അതായത് ക്യാറ്റ് എന്ന് പറയുന്നത് ജീനസ് നെയിം ഫെലിസ് ആണ്. ബാക്കി എല്ലാത്തിൻ്റെ ലിയോപാർഡ്, ടൈഗർ, ലയൺ എന്നൊക്കെ പറയുന്നത് ജീനസ് നെയിം പാന്തറ എന്നുള്ളതാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെസ് ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് ആസ് കമ്പയർഡ് ടു ജീനസ്. 58ൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ എ ആണ്, സ്പീഷീസ്. നെക്സ്റ്റ് 59ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി ഫാമിലി ഈസ് ഇൻ്റർപൊളേറ്റഡ് ബിറ്റ്വീൻ. 59ൻ്റെ ആൻസറായിട്ട് വരെ ഓപ്ഷൻ സി ആണ്, ഓർഡർ ആൻഡ് ജീനസ്. നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻക്ലൂഡ്സ് ഓൾ ദ അതേഴ്സ്. 60ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓർഡർ. അപ്പോൾ നമ്മൾ പാർട്ട് 2-ൽ, അതായത് ഈ വീഡിയോയിൽ
60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റിപ്പോയതൊക്കെ നിങ്ങൾ എന്തായാലും മറക്കാതെ നിങ്ങൾ തെറ്റാനുള്ള റീസൺ കണ്ടെത്തി അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ 2 വീഡിയോയിലായിട്ട് നമ്മൾ 60 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതും കൂടി കണ്ടിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയർ ചെയ്യാം.